നമസ്കാരം. അതിശക്തമായ UDF തരംഗമുണ്ടായിട്ടും BJP ഇക്കുറി നില മെച്ചപ്പെടുത്തി എന്നത് നിസ്സാര കാര്യമല്ല. BJP ഏതാണ്ട് 40ഓളം സീറ്റുകൾ അവരുടെ 2 സഖ്യകക്ഷികൾക്ക് വീതിച്ചു കൊടുത്തിട്ടും BJP മത്സരിച്ച സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടും BJPയുടെ വോട്ട് ശതമാനത്തിൽ വലിയ വർധനവുണ്ടായി. ആകെ വർധനവ് നേരിയതായതുകൊണ്ട് കണക്കെടുക്കുമ്പോൾ അതിന് തിളക്കം കുറവാണെന്ന് മാത്രം. പലയിടങ്ങളിലും BJP വലിയ നേട്ടമാണ് കൊയ്തത്. BJP ഏറ്റവും അധികം വോട്ട് പിടിച്ചത് മഞ്ചേശ്വരത്തും നേമത്തും കാസർഗോഡുമാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ 67,696 വോട്ട് നേടിയപ്പോൾ കാസർഗോഡ് ML അശ്വിനി 53,698 വോട്ട് നേടി. ഇത്രയും വോട്ട് നേടാത്ത ചാത്തന്നൂരും കഴക്കൂട്ടത്തുമാണ് BJP വിജയിച്ചത്. അതിന്റെ കാരണം ഈ രണ്ടിടത്തും BJP വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇടതുമുന്നണിക്ക് ലഭിക്കാനിടയുള്ള മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും UDFന് ലഭിച്ചതാണ്. ഇത്തരത്തിൽ പല ചലനങ്ങളും നടന്നിട്ടും BJP 3 ജയിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. BJP വലിയ തോതിൽ പലയിടങ്ങളിലും വോട്ട് വർദ്ധിപ്പിച്ചു. കരുനാഗപ്പള്ളിയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായ VS ജിതിൻ ദേവ് ഇക്കുറി നേടിയത് 32,121 വോട്ടുകളാണ്. എന്നാൽ കഴിഞ്ഞ തവണ അവിടെ വെറും 12,144 വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 3 ഇരട്ടിയാണ് ജിതിൻ ദേവ് നേടിയത്. ഒറ്റപ്പാലത്ത് മേജർ രവി മത്സരിച്ച് നേടിയത് 42,476 വോട്ട്. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് BJPയുടെ സ്ഥാനാർത്ഥി P വേണുഗോപാൽ 20,056 വോട്ട് നേടിയെടുത്താണ് ഈ വർധനവ്. നെടുമങ്ങാട് കഴിഞ്ഞ തവണ JR പത്മകുമാർ 26,861 വോട്ട് നേടിയപ്പോൾ ഇക്കുറി യുവരാജ് ഗോകുൽ നേടിയത് 38,999 വോട്ടാണ്. ഇത്തരത്തിലുള്ള വർധനവ് പലയിടത്തുമുണ്ടെങ്കിലും നമ്മൾ 2 മണ്ഡലങ്ങളിലെ അസാധാരണമായ മുന്നേറ്റം മറന്നു പോകരുത്. അതിന് കാരണം ഈ 2 മണ്ഡലങ്ങൾ BJPയുടെ A+ തുടങ്ങിയ പട്ടികയിലൊന്നും ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ അല്ല എന്നതാണ്. മാത്രമല്ല ഈ 2 മണ്ഡലങ്ങളും ക്രിസ്ത്യൻ മണ്ഡലങ്ങളാണ്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വിജയത്തിന് തൊട്ടടുത്തെത്തിയ തൃശ്ശൂരിൽ ഇക്കുറി പത്മജ വേണുഗോപാൽ 28,662 വോട്ട് മാത്രമാണ് നേടിയതെന്ന് ഓർക്കണം. എങ്ങനെയാണ് പത്മജയ്ക്ക് ഇത്രയധികം വോട്ട് കുറഞ്ഞത്? തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി അത്ര പ്രഗത്ഭനായതുകൊണ്ടാണോ? അല്ല, സ്ഥാനാർത്ഥിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പട്ടിക വ്യക്തമാക്കുന്നത് സ്ഥാനാർത്ഥിയുടെ മികവ് തീർച്ചയായും വിജയപരാജയങ്ങൾക്ക് കാരണമാകുമെന്നാണ്. കരുണാകരന്റെ മകൾ എന്ന ഒരു അഡ്രസ് അല്ലാതെ ജനങ്ങളോട് അടുത്ത് പെരുമാറാൻ അറിയാത്ത പത്മജ നിരവധി തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ട് ഒടുവിൽ തന്നെ ഭാഗ്യപരീക്ഷണം BJPയിൽ എത്തിക്കുമ്പോൾ ഏറ്റവും ദയനീയമായി തോൽക്കുകയാണ്. BJPക്ക് കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഇത്രയധികം വോട്ടുകൾ പിറകോട്ട് പോയിട്ടില്ല. അതേസമയം നെടുമങ്ങാടും കരുനാഗപ്പള്ളിയിലും ഒറ്റപ്പാലത്തുമൊക്കെ അസാധാരണമായി മുന്നേറ്റം നടത്തുന്നു. ഇത് തെളിയിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ മികവ് തന്നെയാണ് നിർണായകമെന്നാണ്. ഇവിടെയാണ് നമ്മൾ തിരുവല്ലയെയും പാലയെയും വ്യക്തമായി തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. ക്രൈസ്തവ ഔട്ട്റീച്ച് പരാജയമാണ്. ക്രൈസ്തവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ചില നവസംഖ്യകൾ അലറി വിളിക്കുമ്പോഴാണ് പാലായിൽ ഷോൺ ജോർജും തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫും അതിശക്തമായ മുന്നേറ്റം നടത്തിയത്. 43,078 വോട്ട് അഥവാ 30.61% വോട്ട് നേടി രണ്ടാമതെത്തുകയാണ് തിരുവല്ലയിൽ അനൂപ് ആന്റണി ചെയ്തത്. തിരുവല്ല BJPയുടെ A ക്ലാസ് മണ്ഡലമേ അല്ല. ആരും അവിടെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയില്ല. എന്നിട്ടും കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് തിരുവല്ലയുടെ MLA ആയിരുന്ന, തിരുവല്ലയിൽ നിന്നും മന്ത്രിയായ ജനപ്രിയനായ മാത്യു T തോമസിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളി അനൂപ് ആന്റണി രണ്ടാമതെത്തി. 2021 BJP സ്ഥാനാർത്ഥി അവിടെ നേടിയത് 22,674 വോട്ട് മാത്രമാണെന്ന് ഓർക്കണം. അതായത് 16.25% വോട്ട്. ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകളാണ് അനൂപ് ആന്റണി അവിടെ നേടുന്നത്. തീർച്ചയായും നരേന്ദ്രമോദി അവിടെ എത്തിയതും തൻ്റെ സഹപ്രവർത്തകനാണ് എന്ന് പറഞ്ഞതും ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലത്തിൽ അനൂപ് ആന്റണി രണ്ടാമതെത്തിയത് നിസ്സാരമായ കാര്യമല്ല. ഇത് തന്നെയാണ് പാലായിൽ സംഭവിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ കേവലം 10,869 വോട്ട്, അതായത് 7.85% വോട്ടായിരുന്നു BJP സ്ഥാനാർത്ഥി പാലായിൽ നേടിയത്. എന്നാൽ 2026 തെരഞ്ഞെടുപ്പിൽ 35,304 വോട്ടായി ഷോൺ ജോർജ് വർദ്ധിപ്പിച്ചു. 25.99%. വലിയ വർധനമാണ് ഷോൺ ജോർജിനെ പാലാ പോലെ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത്. UDF തരംഗം മാണി സി കാപ്പന് ഗുണകരമായെങ്കിലും ഷോൺ ജോർജ് നേടിയ വോട്ട് നിസ്സാരമായി കണക്കാക്കേണ്ടതില്ല. ഈ 2 സ്ഥാനാർത്ഥികളും അവിടെ തന്നെ താവളമടിച്ച്
ആ മണ്ഡലം കൊണ്ടേ പോവൂ എന്ന് വാശിയിൽ മുമ്പോട്ട് പോകുന്നു. ഇരുവരും മണ്ഡലങ്ങളിലേക്ക് താമസം മാറ്റി. ഞാൻ അനൂപ് ആന്റണിയുമായി രാവിലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ തുടങ്ങിയ ഓഫീസ് അത് MLA ഓഫീസ് ആകുന്നത് വരെ അതങ്ങനെ തന്നെ തുടരും. തിരുവല്ല കേന്ദ്രീകരിച്ചായിരിക്കും തൻ്റെ പ്രവർത്തന മേഖല. തൻ്റെ താമസവും ഇപ്പോൾ തിരുവല്ല മണ്ഡലത്തിലാണ്. താൻ ജയിച്ച സ്ഥാനാർത്ഥിയെ പോലെ തന്നെ തിരുവല്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. തിരുവല്ലക്കാർ എന്നെ ചേർത്ത് പിടിച്ചു, അതുകൊണ്ട് ഇനി തിരുവല്ലയായിരിക്കും തൻ്റെ തട്ടകമെന്ന് അനൂപ് ആന്റണി പറഞ്ഞു. തിരുവല്ലയിൽ തൻ്റെ ഓഫീസ് തുടരുന്നതും താൻ തിരുവല്ലക്കാർക്കിടയിൽ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ടർമാരോട് അനൂപ് സംസാരിച്ചത് സോഷ്യൽ മീഡിയ ലഭ്യമാണ്. ഒരു MLA അല്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങി ഒരിടത്തും പോവില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ കുടുംബത്തിലെ ഓരോരുത്തരും പോലെയാണ്. തിരുവല്ലയിൽ ലഭിച്ച എല്ലാ മധുരമുള്ള ഓർമ്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ നിങ്ങളൊപ്പം എല്ലാ കാര്യത്തിനും ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകും. അനൂപ് ആന്റണി ജോസഫിന്റെയും ഷോൺ ജോർജിന്റെയും മാതൃക കാണിക്കുന്നത് BJPക്ക് വേണ്ടി നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ ക്രൈസ്തവ മേഖലയിൽ പോലും അടിത്തറയുണ്ടാക്കാൻ കഴിയുമെന്നും അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും MLA മാരാകും എന്ന വാശിയിലാണ് ഇവരുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്.